കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൻ്റെ സബ് ജില്ലാതലം ഓഗസ്റ്റ് 28 നടക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരിക്കും. സ്കൂൾ തല ക്വിസ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലേ? അപ്പോൾ കഴിയുന്ന അത്ര ആനുകാലികവും GKയും അതുപോലെ തന്നെ നമ്മുടെ ദേശാഭിമാനി പതിപ്പിൽ വരുന്ന ചോദ്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഏകദേശം നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഏത്? ഉറ്റവർ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെ? ഇറ്റാനഗർ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ഗ്രഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2024 ഓഗസ്റ്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 9 കുറയ്ക്കുന്നതിന് ബില്ല് ശുപാർശ ചെയ്ത രാജ്യം? ഇറാഖ്. പാരീസ് ഒളിമ്പിക്സ് ഫൈനലിനു മുൻപായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ്? വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത? വിനേഷ് ഫോഗട്ട്. 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരേയൊരു മലയാളി? PR ശ്രീജേഷ്. ഒരു ഒളിമ്പിക്സിൽ ആദ്യമായി 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം? മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ? PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത് ആര്? സ്വപ്നിൽ ഉഷാലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? സ്പെയിൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം? അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. 2028 ഒളിമ്പിക്സിന് വേദിയാവുന്ന രാജ്യം? അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്. 2024 ഓഗസ്റ്റ് 75ാമത് വാർഷികം ആചരിച്ച് ഇന്ത്യൻ കറൻസി നോട്ട്? 1 രൂപ. ലോകത്തിലെ ആദ്യ അതിവേഗ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം? ചൈന. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം 2024 അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി? ദ്രൗപദി മുർമു. ഇറാൻ സന്ദർശനത്തിനിടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീൻ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി? ഇസ്മായിൽ ഹാനിയ. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ? 1-0. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏതു വിഭാഗത്തിൽ പെടുന്നു? തവള. ഏതു രാജ്യത്തിന്റെ പ്രസിഡന്റായാണ് നിക്കോളസ് മഡുറോ തുടർച്ചയായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? വെനസ്വേല. അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്കായുള്ള ജീവൻ രക്ഷാമരുന്നായ മിൽറ്റിഫോസിൽ ഏതു രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ജർമ്മനി. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്?
ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് എന്ത്? അശോക് മണ്ഡപ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിനായുള്ള വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ച വനിത? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ. കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി? വെളിച്ചം. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി? വിസ്താര. 10 പ്രാദേശിക ഭാഷകളിൽ ലോക്സഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനൽ? സൻസദ് TV. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാർ ജേതാവായ തമിഴ് സാഹിത്യകാരൻ? കുറിഞ്ചി വേലൻ. ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവ്? നോവാക് ജോക്കോവിച്ച്. 2024 ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴ ദ്വീപ്? സെന്റ് മാർട്ടിൻസ് ദ്വീപ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? കുട്ടി അഹമ്മദ് കുട്ടി. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി 5 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി? സത്യമേവ ജയതേ. 2024 ഓഗസ്റ്റിൽ കഷൂർ റിവാജ് കൾച്ചറൽ ഫെസ്റ്റിവൽ അരങ്ങേറിയത് എവിടെ? ബാരാമുള്ള. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹി. അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി? മേഘദൂത് പദ്ധതി. പ്രധാനമന്ത്രി ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല? തിരുവനന്തപുരം. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ വ്യക്തി? നട്വർ സിംഗ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി? ആശ്വാസ കിരണം. കരസേനാ മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന നൊബേൽ പുരസ്കാര ജേതാവ്? മുഹമ്മദ് യൂനുസ്. കിഡ്സ് മലയാളം ടീമിനായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ പുറത്തിറക്കിയ വിങ്സ് ടു അവർ ഹോപ്പ് എന്ന പുസ്തകം ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ.